എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖാണോ? ഈ ഒരു വീഡിയോയിൽ കിച്ചണ് അതിൻ്റെ ഒരുക്കങ്ങൾ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. എന്നും പറയുന്നത് പോലെ തന്നെ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കണ്ടോക്ക്. കണ്ടിഷ്ടാന്നുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ. അപ്പം കിച്ചൺ ഒരുക്കി വെക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണെന്നല്ലേ. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഏത് നേരം നോക്കുമ്പോൾ കിച്ചണിൽ അത് ഉണ്ടാവും അല്ലേ. അപ്പം ഇതാ ഞാൻ കിച്ചണിൻ്റെ സിങ്കിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഒരുക്കി വെക്കുന്നുണ്ട്. അവിടെ തന്നെ പാത്രം വേണ്ടിയിട്ട് ഒരു 3-4 ഐറ്റംസ് വരുന്നുണ്ടല്ലോ. സോപ്പ്, സ്പോഞ്ച്, സ്ക്രബ്ബർ, ലിക്വിഡ് അങ്ങനെയുള്ളതെല്ലാം ഒന്നിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് സിങ്കിൻ്റെ അടുത്ത് വെച്ചാൽ നമുക്ക് പാത്രം കഴുകുന്ന ഒരു സമയത്ത് അത് ഈസിയായി കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവില്ല. കിച്ചണും കാണുമ്പം തന്നെ ഈ ഒരു സിങ്കിൻ്റെ ഭാഗവും നല്ലൊരു ലുക്ക് കൊടുക്കും. ഈ ഒരു കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് സംഭവം അടിപൊളിയാണ് കേട്ടാ. ഞാൻ നേരത്തെ കാണിച്ചത് നമ്മൾ പാത്രം കയറുന്ന ഒരു 3-4 ഐറ്റംസ് എന്തായാലും ഉണ്ടാവില്ലേ, അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒതുക്കി വെക്കുക. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു ട്രേയും കൂടി വരുന്നുണ്ട്. എന്തായാലും അതിൽ നിന്ന് വീഴുന്ന വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അത് നേരെ ഈ ഒരു ട്രേയിൽ വന്ന് വീകും. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ വെച്ചാൽ മതി. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലോണം ഇഷ്ടമായിന്. ഞാനിത് ആമസോണിൽ വഴി വാങ്ങിയതാണ്. എത്രയാണ് റേറ്റ്? 500 സംതിങ് അങ്ങനെയായിട്ടാന്ന് തോന്നും. 569 അങ്ങനെയായിട്ടാന്ന് തോന്നും. നല്ല അടിപൊളിയാണ്. ഒന്ന് വാങ്ങിച്ചോളി, നല്ല ഉണ്ട്. ആ ഒരു സിങ്കിൻ്റെ അടുത്തിങ്ങനെ വെക്കാൻ നല്ലതല്ലേ. വെക്കാൻ മാത്രമല്ല എല്ലാം ഒന്നിൽ തന്നെ ഒതുക്കി വെക്കാമല്ലോ. കിച്ചൺ ഇങ്ങനെ ഭംഗിയാക്കാനും അതേപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെയും കുക്കിങ്ങിൻ്റെയൊക്കെ പണി ഈസിയാക്കാൻ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ കാണുമ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വീട്ടമ്മമാർ മിടുക്കന്മാർ തന്നെയാണെന്നല്ലേ. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിൽ തന്നെയല്ലേ. അപ്പം ആ ഒരു കിച്ചൺ നമുക്ക് അടിപൊളി ആക്കണം അല്ലേ. കിച്ചൺ ഇങ്ങനെ വലിപ്പം കൂട്ടണം അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഉള്ളത് നല്ല നീറ്റിൽ, വൃത്തിയിൽ, വെളുപ്പിലെല്ലാം കൊണ്ട് നടന്നിട്ട് അതിനെ നല്ല ഭംഗിയാക്കി എടുക്കുക, അത്രയെല്ലാം തന്നെയാണ്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന അത്യാവശ്യമുള്ള പൊടികളൊക്കെ ഈ ഒരു ജാറിലാണ് ഇട്ട് വെക്കാറ്. അതിലുള്ള എല്ലാ പൊടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫില്ലുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. വലിയ പണിയൊന്നുമില്ല, ഈസി. അപ്പോൾ പിന്നെ അത് നല്ലോണം ഒന്ന് മിനുക്കി കൊടുത്താൽ കൺട്രോപ്പിൽ വെച്ചാൽ കാണാനും ഒരു വൃത്തി തന്നെയല്ലേ. അപ്പം പിന്നെ ഇങ്ങനെയുള്ള പൊടികളൊക്കെ കഴിഞ്ഞാൽ പുതിയത് നിറക്കുന്നതിന് മുമ്പായിട്ട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുക, അതെല്ലാം തന്നെയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് പാത്രങ്ങളൊന്നും വെച്ച് നിരത്താറില്ല. എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല. എന്തോ പോലെയല്ല, ഒരു കാണാനൊരു മൊത്തത്തിലൊരു വൃത്തിയോടെ ഇരിക്കും, മൊത്തം പെരക്കി കൂട്ടിയ പോലെ ഉണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യം ലുക്ക് കിട്ടുന്ന ഒരു പാത്രങ്ങൾ മാത്രം കൗണ്ടർ ടോപ്പിൽ വെക്കും. ബാക്കിയുള്ളതെല്ലാം ഞാനങ്ങ് കൗണ്ടറിൻ്റെ അകത്താണ് വെക്കാറ്. ഞാൻ ഡെയിലി എടുക്കുന്ന കുറച്ച് പൊടികൾ മാത്രമേ ഇതിൽ വെക്കാറുള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊത്തമ്പാരി പൊടി, ഉപ്പ്, പഞ്ചസാരയില്ല, ചായപ്പൊടി, ചെറുജീരക, കടുക്, അതൊക്കെ എന്നും എടുക്കേണ്ടി തന്നെയാണല്ലേ. അപ്പോൾ അതൊക്കെ ഇതിൽ ആണ് വെക്കാറ്. എന്നിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിങ്ങോട്ട് വലിക്കും, എന്നിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് മാറ്റി വെക്കും. നല്ലൊരു പരിപാടി തന്നെയാണ്. പിന്നെ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ അല്ല, അതായത് ഇങ്ങനെ കിച്ചൺ ഒരുക്കി വെക്കാനായിട്ട് നിന്നെയാണ് ഈ ഒരു ദിവസം. പിന്നെ കുക്കിങ്ങിൻ്റെ എല്ലാം പരിപാടി രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അന്നേരം തന്നെ ഒരു 3-4 പ്രാവശ്യം മാറ്റി നമുക്ക് കൊടുക്കേണ്ടി വരും. എന്താണെന്ന് ചിലയിടയ്ക്ക് ഇങ്ങനെ മക്കൾ വരും, കയറി വരും. അപ്പം അതങ്ങ് ഡിലീറ്റ് ആക്കി. പിന്നെ വേറെ ആരെങ്കിലും കയറി വന്നാൽ അതുകൊണ്ട് ഡിലീറ്റ് ആക്കി. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഡിലീറ്റ് ആക്കി. അപ്പോൾ ഇതിനെല്ലാം തന്നെ നമുക്ക് ഒരുപാട് ടൈം ഇതിന് തന്നെ വേണ്ടി വരും. അങ്ങനെ ഞാൻ നിർത്തി വെച്ചത് എവിടെയായിരുന്നു? ഓർമ്മ വന്ന്. അതായത് നമ്മളെല്ലാ ജോലികളും ഒരു ദിവസം തന്നെ തീർക്കാണ്ട് കുറച്ചായിട്ട് ഓരോ ദിവസങ്ങളിൽ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനെ ഓരോ ദിവസമെല്ലാം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കും. എന്നാൽ പിന്നെ നമുക്കും ഒരു എന്താ പറയുക, ഇഷ്ടത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ കാണുമ്പോൾ അതൊരു വലിയൊരു ഭാരമായിട്ട് തോന്നും. നമുക്ക് ചെയ്യുന്ന ഒരു പണിക്ക് എന്താ പറയുക, തീരെ ഒരു താല്പര്യം ഉണ്ടാവില്ല, ചെയ്യുന്ന ഒരു പണിയും വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവില്ലേ, അതായത് നമുക്ക് ഒഴിവെല്ലാം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
അതേപോലെ തന്നെ നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് എടുക്കുന്ന സ്പൂണുകളൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റീലിൻ്റെതായാലും വുഡിൻ്റെയിലായാലും, അതൊക്കെ ഒരു സൈഡിൽ നല്ല വൃത്തി തന്നെ ഒതുക്കി വെക്കുക. അന്നേരം തന്നെയാണ് നമ്മളെ കിച്ചണിന് കൗണ്ടർടോപ്പ് കാണാൻ വൃത്തി ഉണ്ടാവുക. അത് നീറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ തന്നെയല്ല ഉണ്ടാവുക. അല്ലാതെ മൊത്തത്തിൽ അത് അലങ്കോലാക്കി ഇടാൻ പാടില്ല. അന്നേരം പിന്നെ കിച്ചണിൽ വരാനും തോന്നൂല. ഒരു മുഷ്പ് പിടിച്ച പോലും ഒരു കനം നിറഞ്ഞ പോലെയാണ് ഉണ്ടാവുക അല്ലേ. പിന്നെ നമ്മൾ കിച്ചണിൽ കയറി വരുമ്പം തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും, നല്ല നീറ്റ് ഉണ്ടല്ലേ, നല്ല വൃത്തി ഉണ്ടല്ലേ എന്ന് തന്നെ നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ പറയുമല്ല. അല്ലാതെ മൊത്തത്തിൽ പാരി വലിച്ചിടുമ്പോൾ എന്തോ പോലെ ഉണ്ടാകും, ഭ്രാന്ത് പിടിക്കും. കഴിയുന്നതും പെട്ടെന്ന് ഓരോന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത സംഭവമാണ് കൗണ്ടർ ടോപ്പിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ നിറച്ച് വെക്കുന്നത്. അതും എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ മിക്സി സ്റ്റോർ റൂമിലാണ് വെക്കാറ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്രയും സ്പേസ് ഉള്ളൂ. അപ്പോൾ ഉള്ളതിൻ്റെ അപ്പുറം കൂട്ടി പിറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ സ്റ്റോർ റൂമിലാണ് വെക്കാറ്. ഓരോന്നും അതാത് സ്ഥാനത്ത് വെച്ചാൽ തന്നെ കിച്ചണ് കാണാനൊരു നല്ലൊരു ഭംഗിയായി അല്ലേ. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇതെല്ലാം തന്നെയല്ലേ നമ്മളെ കുഞ്ഞു കുഞ്ഞു സന്തോഷം. പിന്നെ ഇത് ഞാൻ കുക്കിങ്ങിൻ്റെ സമയത്ത് കിട്ടുന്നൊരു കോട്ടാന്ന്, അതായത് പാത്രം കന്ന സമയത്തൊക്കെ അതേപോലത്തെ രണ്ടെണ്ണമാണ്. ഒന്ന് പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് മേലയിൽ കൊണ്ടിട്ടിന്, അന്നേരം പിന്നെ പുതിയതെടുത്തിട്ട് ഇവിടെ കിച്ചണിൽ വെച്ച്. പിന്നെ അപ്പോൾ ഇത് ഇവിടെയാണ്, ഇതിൻ്റെ സ്ഥാനം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ കഴിയുന്ന വിധത്തിൽ കിച്ചൺ നല്ല രീതിയിൽ തന്നെ ഒരുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കിച്ചണിൻ്റെ ഒരുക്കങ്ങളും ആ ഒരു വിശേഷങ്ങളൊക്കെയാണ്. കിച്ചണ് നല്ല വൃത്തിയെങ്കിലേ നമുക്കൊരു എനർജി ഉണ്ടാവില്ല, മൊത്തത്തിലൊരു എനർജി കിട്ടും. അതുകൊണ്ട് കഴിയുന്നത് രാവിലെ തന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക ഒരുക്കി വെക്കാനും ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് നോക്കുക. പിന്നെ മൊത്തത്തിൽ ഒരു ദിവസം തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാണ്ട് കുറച്ചായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബായ്.